ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റുഡൻസ് പറയുന്ന കാര്യമാണ് വിചാരിച്ച രീതിയിലല്ല ക്വസ്റ്റ്യൻസ് വന്നത്, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മര്യാദയ്ക്ക് നോക്കാത്തത് കൊണ്ടാണ്. കാരണം കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ആ പാറ്റേൺ മനസ്സിലാവും, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഒരു പോർഷൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് ഏതൊക്കെ തരത്തിലാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യത എന്നുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നോക്കണം. അത് നിങ്ങൾ ശരിക്കും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടല്ല നോക്കേണ്ടത്, നിങ്ങൾ പോർഷൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ അത് റെഫർ ചെയ്തിരിക്കണം. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ആ പോർഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരികയാണ്, ഓ ഇതിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങളുടെ ബ്രെയിൻ നേരത്തെ തന്നെ ഡിറ്റക്റ്റ് ചെയ്ത് അതനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ പോർഷൻ പഠിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ലാസ്റ്റത്തേക്ക് വെക്കരുത്. പലരും അവസാനത്തേക്ക് വെക്കും, എക്സാമിന് പോകുമ്പോൾ അത് നോക്കാതെ പോകും. അപ്പോൾ നിങ്ങൾ ഇത് ആദ്യം തന്നെ നോക്കുക, അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക, അത് എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡോക്ടർ പ്ലസിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ഇതനുസരിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കതിനകത്ത് ഡോക്ടർ പ്ലസിൽ PDF നോട്ട്സ് ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പം ഇതെല്ലാം നിങ്ങളെ കുറച്ചുകൂടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കാനും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ട്രയൽ വീഡിയോസ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്.